അടുത്തതായിട്ട് കോമഡി മസാലയുടെ വേദിയിൽ ഒരു സ്പെഷ്യൽ പെർഫോമൻസ് ആണ്. സ്പെഷ്യൽ പെർഫോമൻസുമായി വേദിയിലേക്ക് എത്തുന്നു അഭിലാഷ്. അഭിലാഷേ, എന്തുണ്ട് വിശേഷം? മൂവാറ്റുപുഴയില് നല്ല വിശേഷം. മഴയൊക്കെ ഉണ്ട്, അങ്ങനെ പോകുന്നു. കേരളത്തിൽ എല്ലായിടത്തും ഉള്ള പോലെ അതോ അതിന് കുറച്ച് കൂടുതലാണോ? കുറച്ച് കൂടുതലാണ്, ഇന്നലെയൊക്കെ ഉണ്ടായിരുന്നു പറഞ്ഞു. ഓക്കെ, അപ്പോൾ അഭിലാഷ് നമുക്ക് വേണ്ടിയിട്ടൊരു സ്പെഷ്യൽ പെർഫോമൻസുമായിട്ടാണ് എത്തിയിട്ടുള്ളത്. എന്താണത്? ഞാൻ കുറച്ച് സിനിമാ താരങ്ങളുടെ ശബ്ദം അനുകരിക്കാം. താരം മമ്മൂട്ടി പറഞ്ഞൊരു സംഭാഷണം ദി കിങ് എന്ന സിനിമയിലെ ആ സംഭാഷണം നമ്മുടെ മാമുക്കോയെ പറഞ്ഞാൽ എങ്ങനെയിരിക്കും നോക്കാം. ഓക്കെ. അക്കങ്ങൾ അച്ചടിച്ചൂട്ടിയ പുസ്തകത്താണെന്നും ഓം പഠിച്ച ഇന്ത്യയല്ല, അനുഭവങ്ങൾ ഇന്ത്യ. കോടിക്കണക്കിനായ പട്ടിണിക്കാരെ നിരക്ഷരെ കൂട്ടിക്കൊടുക്കുകാരെ തോട്ടികളുടെ ഇന്ത്യ. ഇന്നലെ ഓൺലൈൻ മനസ്സിലാക്കിയില്ലെങ്കിൽ ഇത് സെൻസ് വേണം, സെൻസ് കിട്ടണം. പഠിച്ചോനെ എന്താണ് എഴുതി വെച്ചിട്ട് എഴുതി പോണെങ്കിൽ എല്ലാവർക്കും നന്ദി. എന്താ എഴുതി വെച്ചിരിക്കണ രഞ്ജി പണിക്കർ? ജനാർദ്ദൻ ചേട്ടൻ്റെ ഒരു പഴയ വോയിസ് കോമഡി. ഓക്കെ. ഓ എടാ എടാ എന്തോ നീ സിനിമയിലായി, സിനിമാ താരമായി. ഒരു പിസലത് തുറക്കുമ്പോ പിന്നെ അധികോട് അധികാരിക്കണം കേട്ടോടാ. കൊക്കിന് വെച്ചത് ചക്കിന് വെച്ച പോലെയായി. എടാ രാമ നിക്കടാ അവിടെ. ഓ നീ പൊന്നപ്പനല്ല, തങ്കപ്പൻ തങ്കപ്പൻ തനി തങ്കമല്ലേ. അടിപൊളി അടിപൊളി. നമ്മുടെ മിമിക്രിയുടെ സിനിമയിൽ ദിലീപേന്റെ ഒരു വ്യത്യസ്തമായ ഒരു വേഷം ഞാനിവിടെ ചെയ്യാം. അദ്ദേഹത്തിന്റെ കുഞ്ഞിക്കൂനൻ എന്ന സിനിമയിലെ വിമൽ കുമാർ ഒരുപാട് ഇഷ്ടമുള്ളതാണ് എല്ലാവർക്കും. അന്ന് ഇവിടെ അവതരിപ്പിക്കും. എല്ലാവരും വിളിക്കുന്ന പേരെ കുജന്ത, പക്ഷെ ഞാട്ടിക്ക് പറയേ വിമൽകുമാറിനാ. ആരാത്? ഓ എന്റെ നിലാണോ ചവിട്ടിക്കൊരു പുഴയ നാശം. ഈ പണ്ടാരപ്പല്ല് പിന്നെ പോകി. ഓ തേച്ച് വെച്ച് കുടുംബം വെളുത്തുന്ന തോന്നേ. ഉമ്മാക്കറിയോ, ചില വീട്ടിലൊക്കെ പെണ്ണുകാണാൻ ചെല്ലുമ്പോളേ അവിടെ കുട്ടികൾ പറയും പല്ല് പൊക്കിയതാ കാണാൻ കൊള്ളാതൊക്കെ. അപ്പൊ ചില കുട്ടികൾ പറയേ കൂരനാർന്ന് പറയുമ്പോഴല്ലോ ഉമ്മ എന്റെ ഉള്ളിൻ്റെ ഇത് ഒരു ദണ്ടല തൊപ്പറ്ററിയോ. ഉപ്പാടെ മോൾ മരിച്ചു പോതാ. ഞാനെങ്ങനെ പറയാ, തല്ലല് മാസമുണ്ടാ ചിങ്ങമാസോ വന്ന് കയറ. അപ്പൊ ഞാനങ്ങോട്ട് അതുപോലെ നമ്മുടെ ജഗദീച്ചേന്റെ ഒരു വോയിസ് ചെയ്യാം. അറിയാ പാടാണ്ട് ചോദിക്കുക, താൻ ആരുവാടെ എത്തോന്ന് വിറ്റാമിറ്റിക്കുന്ന തുറക്ക് പറ്റാ കിട്ടിയാലൂട്ടി അല്ലെങ്കിൽ ചട്ടി ഒത്ത് പായ്ക്കട തുറക്കേണ്ട കൊച്ചേ തിരുവേദി രാമ ശ്രീരാമ തേടി വരുന്നു ഞാൻ ഈ കാട്ടിലൂടാണല്ലോ. ഈ പാട്ട് കേട്ടാ ആരും കൈയടിക്കില്ല, എനിക്കറിയാം. അതുകൊണ്ട് ഒരു ന്യൂ ജനറേഷൻ പാട്ട് തന്നെ പിടിച്ചോ. ആൾക്കാർ വേണ്ടേ പലതും തായോ പാലത്തിലൂടെ വലുതു വായോ. ആൾക്കാർ വേണ്ടേ പലതും തായോ പാലത്തിലൂടെ രാജ്യത്ത് വായോ. അതുപോലെ എല്ലാവർക്കും ഇഷ്ടമുള്ള നമ്മുടെ ജഗദീഷേന്റെ വോയിസ് എന്ന് എനിക്കിരിക്കുകയാണ്. കുട്ടി കാര്യമായിട്ട് പറഞ്ഞാണോ അത് തമാശയായിട്ട് പറഞ്ഞാണോ? എന്റെ കണ്ണ് കണ്ടിട്ടാണെങ്കിൽ എന്റെ ബാപ്പാന്റെ കണ്ണും ഇങ്ങനുണ്ട കണ്ണ. ഞാൻ മേലൂട്ട് കൂട്ടുകാരൻ മേൻകുട്ടിയാ. കൊക്കും പൂച്ചിരാകും കക്കും കാട്ടുകിളി കക്കും നെഞ്ചിനുള്ള കാക്കത്തൂരിനെ തോന്നെ പഞ്ഞമിരാമല്ലേ പുഞ്ചിരി തൂകൂലേ മഞ്ഞന് കൊമ്പിലേക്ക് ഇങ്ങിണി മുത്ത് എന്നെ ഉണർത്തൂലേ. അതുപോലെ മൺമറഞ്ഞു പോയൊരു കലാകാരനെ ഞാനിവിടെ അനുകരിക്കുകയാണ്. കാരണം നമ്മുടെ ജയസൂര്യൻ ചേട്ടൻ എല്ലാ വേദിയിലും അനുകരിക്കുന്നതാണ്. MS തൃപ്പൂണിത്തുറ സാറിനെ അനുകരിക്കുകയാണ്. കാരണം അദ്ദേഹത്തെ വീണ്ടും മിമിക്രിയിലൂടെ കൊണ്ടുവരികയാണ്. രാമൻകുട്ടി താനാ വീട്ടിലേക്ക് വന്നാ തനിക്ക് എവിടെ സ്വർഗാടൂ. ഇവിടെ വന്നിട്ട് ഒരു പാട്ട് പാടിയില്ലാതെ വേണ്ട. നിങ്ങൾക്ക് വേണ്ടി ഞാനൊരു പാട്ടൊക്കെ പാടാം. അതുപോലെ മലയാള സിനിമയിൽ ഇന്ന് തിരിച്ചു വരുന്ന പ്രേംകുമാറിന്റെ വോയിസ് അനുകരിക്കാം. അമ്മൂട്ടി ഐ ലവ് യു. ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത വല്യമാമയും കൊച്ചമാമയും എന്നെ കെട്ടിയിട്ട് തല്ലിന്റെ ദിവസം. അമ്മൂട്ടി ഒത്തലങ്ങ അത്താണി ഉറുമീസ് ആളു.
അതുപോലെ ആ നമ്മുടെ ബിനിച്ചേട്ടനൊക്കെ അവതരിപ്പിച്ച് ഞാൻ വിചാരിച്ചു ബിനിച്ചേട്ടനെ അവതരിപ്പിക്കാൻ പോവായിരിക്കുന്ന. ഒരുപാട് കൈയടി നേടിയ നമ്മുടെ ശ്രീനിവാസൻ ചേട്ടന്റെ സൗണ്ട് തന്നെയായിരിക്കും. ചേട്ടാ അമ്മാമേ അച്ഛനാ വഴി വന്നപ്പോ ഞാൻ ഇവിടുന്ന് രാവണേ കോഴി ഓടിക്കുന്നു, മുട്ട ഇടയ്ക്കുന്നു, പൊട്ടുപുഴങ്ങുന്നു. ഇതല്ല സിനിമയിലായിരുന്നെങ്കിൽ നിനക്ക് ഉറപ്പാണ്. കുണുക്കിട്ട കോഴി കുളക്കോഴി കുന്നും ചെറുവിലെ വൈറ്റാട്ടി നീ കേട്ടോ ശ്യാമളേ. മണിച്ചേട്ടൻ്റെ ഒരു വോയിസാണ് ചെയ്യുന്നത്. വെരി ഗുഡ്. നമുക്ക് മൺമറഞ്ഞു പോയെങ്കിലും ഇന്ന് എല്ലാവരുടെയും മനസ്സിലുള്ള നമ്മുടെ മണിച്ചേട്ടനെ ഞാൻ ഇവിടുന്ന് അനുകരിക്കുകയാണ്. ഹലോ ആശിജി, എന്ത് കിടപ്പാടി കിടക്കണേ? കൊച്ചേൻ്റെ പോലെ എനിക്ക് കണ്ടില്ലേ? എല്ലാം ഈ കൊച്ചിലുള്ള സാധനല്ല. അമ്മേ അച്ഛ അവള് കാണുന്നത് അവളെ മറവയുമ്പോളേ തെക്കേ പുറത്ത് മതി. എന്ത് കാര്യം അറിയോ? എന്നോട് പടകുമ്പോളേ ഓടിപ്പോയിരിക്കില്ല. ഇങ്ങനെ കഴുതക്കുട്ടി ചേട്ടാ അവളൊന്നും കണ്ടോട്ടെ ചേട്ടാ, ഒന്ന് കണ്ടു നിറച്ച് കണ്ടോട്ടെ. എൻ്റെ മാസത്തിലെ കാണല് ഒരുപാട് പേര് വന്നിട്ടില്ലല്ലോ. അമ്മേ ഓളെ വാത്തല്ലേ വേട്ട പോലെ എനിക്ക് കണ്ടില്ലേ? എക്കിലൊരു കഴുതക്കുട്ടി ഏറ്റവും പഠിച്ചിട്ട് പോയില്ലേ? എങ്ങനെയൊരു കഴുതക്കുട്ടി. അച്ഛാ അല്ല തോമസ് സാറ് വന്നോ? തോമസാറ് വന്നോ? തോമസ് സാറ് പാവാ. എന്താ കാര്യം അറിയോ? എൻ്റെ വാസന്തിന് ഹോസ്റ്റോട്ടത്തിന് കിരാണ്ട് 8 കിരാണ്ട് തന്നേന് എങ്ങനെ തന്നോരെന്ന് അറിയില്ല. തോമാച്ചാര് പാവാ. തോമാച്ചാര് പാവാ. തോമാച്ചാര് കാവാ. തോമസാറ് പാവാ. എന്റെ വാചത്തിനെ കൊന്നിട്ട് ഒന്നും അറിയാത്തവനെ പോലെ വന്നേക്ക. ഏറ്റില്ല ഞാൻ. ഏണ്ടാന്നോ അയാളിക്കല്ലോ അയാളിക്കല്ലോ. എനിക്ക് കണ്ടു വേണ്ട. ഈ നശിച്ച ലോകളൻ എനിക്ക് കണ്ടു വേണ്ട. ചേട്ടാ കിച്ചനോട് വേണോ? വാച്ചത്തിലെ കാര്യങ്ങളിൽ ഒക്കെയായിട്ട് കളിച്ചില്ലോ. ഞാൻ പോവുക ചേട്ടാ. അവള് വാച്ചേ പോവുക. അവള് കരരുത്. അഭിലാഷേ കൊള്ളായിരുന്നു. ഒരു അടിപൊളി പെർഫോമൻസ്. സ്റ്റാർസും ഒക്കെ കൂടി ആയിട്ട് മൊത്തത്തിലൊരു മസാലയായിരുന്നു. ഒരുപാട് നന്ദിയുണ്ട്. കോമഡി മസാലയിലേക്ക് എന്നെ ക്ഷണിച്ച എല്ലാവർക്കും നന്ദി പറയുകയാണ്. ഒരുപാട് ഇതുപോലൊരു വേദി കിട്ടിയതിലും ഒരുപാട് സന്തോഷം. അപ്പോൾ അഭിലാഷ് അടിപൊളി. വീണ്ടും കാണാം. താങ്ക് യു. താങ്ക് യു സോ മച്ച്.